ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ ത്രൂ ഔട്ട് ദ ലൈഫ് വി ക്യാൻ യൂസ് ദിസ് ഡോക്യുമെന്റ് എന്നുള്ളതാണ് ഇതിന്റെ വേറെ പ്രത്യേകത. സോ അടുത്തത് വരുന്നതാണ് സ്റ്റെപ്സ് ഫോർ ഫിനാൻഷ്യൽ പ്ലാൻ. എന്തൊക്കെ സ്റ്റെപ്സ് ആണ്, എങ്ങനെയാണ് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളതാണ് അടുത്തത്. ഐഡന്റിഫൈ ആൻഡ് പ്രയോറിറ്റൈസ് ഫിനാൻഷ്യൽ ഗോൾസ്. നമ്മുടെ ഫിനാൻഷ്യൽ ഗോൾസ് എന്തൊക്കെയാണെന്നത് ഐഡന്റിഫൈ ചെയ്യാനും അത് പ്രയോറിറ്റൈസ് ചെയ്യാനും പറ്റും എന്നുള്ളതാണ് ഒരു അഡ്വാൻറ്റേജ്. രണ്ട്, ഓർഗനൈസിങ് ദ ഫിനാൻഷ്യൽ റെക്കോർഡ്സ്. നമ്മൾക്ക് എന്തൊക്കെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്, അത് എങ്ങനെയാണ് എന്നുള്ളതിനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് വരുന്നതാണ്. സോ ദീസ് ആർ ദ സ്റ്റെപ്സ്. ഞാൻ സ്റ്റെപ്സ് ജസ്റ്റ് ചെയ്യുകയാണ്, ലിസ്റ്റ് ഔട്ട് ചെയ്യുന്നതാണ്. ട്രാക്കിംഗ് ദ ഇൻകം ആൻഡ് എക്സ്പെൻസസ് ആൻഡ് സേവിങ്സ്. നമ്മളുടെ ഇൻകവും എക്സ്പെൻസും സേവിങ്സും ഒക്കെ ട്രാക്ക് ചെയ്യാൻ. അനലൈസ് അണ്ടർസ്റ്റാൻഡിങ് ദ കറന്റ് ഫിനാൻഷ്യൽ പൊസിഷൻ. നമ്മളുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ നമ്മൾ അനലൈസ് ചെയ്ത് മനസ്സിലാക്കുന്നു. കൺസൾട്ട്, അതാണ് റിസർച്ചിന്റെ ഭാഗമായിട്ട് വരുന്നത്. ഗോൾസ് വിത്ത് റെസ്പെക്ട് ടു കറന്റ് ഫിനാൻഷ്യൽ പൊസിഷൻ. അതിന് ഒരു നമ്മുടെ സ്വന്തമായിട്ട് ചെയ്യുന്ന റിസർച്ചിന്റെ ഭാഗമായിട്ട് വരുന്നത് ടോക്കിംഗ് ടു എ ഫൈനാൻഷ്യൽ കൺസൾട്ടന്റ്. എന്നിട്ട് ഇപ്പോഴത്തെ പൊസിഷന് നമ്മുടെ ഗോൾസുമായിട്ട് എങ്ങനെ അത് മാച്ച് ചെയ്യിക്കാം, എങ്ങനെയാണ് അത് സേവ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങൾ. ക്രിയേറ്റ് എ കോംപ്രിഹെൻസീവ് ഫിനാൻഷ്യൽ പ്ലാൻ. ഈ ഒരു അഞ്ചാമത്തെ പോയിന്റിന്റെ റിസൾട്ട് എന്ന് പറയുന്നതാണ് ഈ ആറാമത്തെ പോയിന്റ്. 7, ഇംപ്ലിമെന്റിംഗ് ദ ഫിനാൻഷ്യൽ. നമ്മൾ ആ ഒരു പ്ലാൻ വർക്ക്ഔട്ട് ചെയ്ത് എടുത്തതിന് ശേഷം വി ആർ ഫോളോയിങ് ഇറ്റ് ദാറ്റ് റിലീജിയസ്ലി. വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് തന്നെ നമ്മൾ ഫോളോ ചെയ്യുന്നു. പിന്നെ അതിനെ തന്നെ ആ പ്ലാനെ തന്നെ ഉണ്ടാക്കി നമ്മൾ സേവ് ചെയ്ത് വിടുക എന്നുള്ളതല്ല. മോണിറ്ററിങ് ആൻഡ് റിവ്യൂ ദ പ്ലാൻ. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സിറ്റുവേഷൻസ് മാറും, നമ്മുടെ ഫിനാൻഷ്യൽ സിറ്റുവേഷൻ മാറും, കൺട്രിയുടെ എക്കണോമിക് സിറ്റുവേഷൻസ് മാറും, നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്ന ഗോൾസിന്റെ സൈസ് മാറും. അങ്ങനെയൊക്കെ വരുമ്പോൾ അത് മോണിറ്റർ ചെയ്യുകയും അത് റിവ്യൂ ചെയ്യുകയും ചെയ്യുക എന്നുള്ളത് അതിന് അടിസ്ഥാനമാണ്. അതിനനുസരിച്ചുള്ള ഒരു മാറ്റം എന്നുള്ളതാണ് 9ാമത്തെ പോയിന്റ്. ബി ഫ്ലെക്സിബിൾ. വി നീഡ് ടു ബി ഫ്ലെക്സിബിൾ സോ ദാറ്റ് വി ആർ ഈ 8ന്റെ റിസൾട്ട് നമ്മൾ 9ൽ കൂടെയാണ് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്നത്. സോ ദാറ്റ്സ് ദ സ്റ്റെപ്സ്. ഇനി ഇപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പ് ആയിട്ട് പറഞ്ഞ ഐഡന്റിഫൈങ് ഗോൾസ് ആൻഡ് പ്രയോറിറ്റീസ്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു എങ്ങനെയാണ് എന്തൊക്കെ തരം ഗോൾ, എങ്ങനെയാണ് ഗോൾസിനെ നമ്മൾ കാറ്റഗറൈസ് ചെയ്യുന്നത്. ഒന്ന് ബേസ്ഡ് ഓൺ ഡ്യൂറേഷൻ. ഷോർട്ട് ടേം, സംതിങ് ലൈക്ക് വിച്ച് യു ഹാവ് ടു ഡു ഇറ്റ് ഇൻ ദ നെക്സ്റ്റ് 2 to 3 years ടൈമിനുള്ളിൽ, 2 വർഷത്തിനുള്ളിൽ, അല്ലെങ്കിൽ 1 വർഷം കഴിഞ്ഞ് 3 വർഷത്തിൽ താഴെയുള്ള എന്തെങ്കിലും ഗോൾസ്. ഇപ്പൊ അടുത്ത ഒരാളുടെ വീട്ടിലൊരു കുട്ടി 9ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്, അല്ലെങ്കിൽ 11ന് പഠിക്കുകയാണ്. 12th കഴിയുമ്പം ഹി വാണ്ട്സ് ടു ഗോ ഫോർ ഹയർ സ്റ്റഡീസ്. ദാറ്റ്സ് എ വെരി ഷോർട്ട് ടേം ഗോൾ. അപ്പൊ അതിനു വേണ്ടിയുള്ള പൈസകൾ എങ്ങനെയാണ്, അപ്പൊ അതിനു വേണ്ടിയുള്ള ആ കുട്ടിയുടെ പഠിത്തത്തിന് ആവശ്യമായ പൈസ എവിടെയാണ് നമ്മൾ സേവ് ചെയ്തിട്ട്, അതാണ് അങ്ങനെയുള്ള ഗോൾസ് ആണ് ഷോർട്ട് ടേം. പിന്നെ വരുന്നതാണ് മീഡിയം ടേം. അതായത് 3 വർഷത്തിനോ അല്ലെങ്കിൽ 2 വർഷത്തിനു ശേഷമോ ഒരു 5-6 വർഷത്തിനുള്ളതായ കാര്യങ്ങൾ. ഇപ്പൊ ചിലർ പ്ലാൻ ചെയ്യാറുണ്ട് വണ്ടി മേടിക്കും. സോ ദാറ്റ്സ് സംതിങ് കോൾഡ് മീഡിയം ടേം. പിന്നെ വരുന്നതാണ് ലോങ് ടേം. ലോങ് ടേം എന്ന് പറഞ്ഞാൽ 40 വയസ്സുള്ള ആളാണ്, 45 വയസ്സുള്ള ആളാണ്, someone who planning to retire at the age of 60. So the time is more than 10-12 years. അപ്പൊ അങ്ങനെ വരുന്നതാണ് ലോങ് ടേം. പിന്നെ വരുന്നത് മണി നീഡ്സ് അനുസരിച്ചിട്ട് നമുക്ക് ഇത് ചെയ്യാൻ പറ്റും. ഗോൾസ് ആയിട്ട് എങ്ങനെ സെറ്റ് ചെയ്യാൻ പറ്റും. ഒന്ന് എമർജൻസി ഫണ്ട്. അതായത് ഒരു അത്യാവശ്യ കാര്യം വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് എടുക്കത്തക്കോണം നമുക്ക് ആക്സസ് ആയിട്ടുള്ളത്. വി കാൺ പുട്ട്, ചിലപ്പോൾ FD ഇടാൻ പറ്റും, ചിലപ്പോൾ FD ഇടാൻ പറ്റത്തില്ല. അപ്പം എമർജൻസി ആയിട്ടുള്ള നീഡ്സ്. എമർജൻസി എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് നോട്ട് ജസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ കേസുകളല്ല. ലൈക്ക് ഐ വിൽ ടെൽ ആൻ എക്സാമ്പിൾ. സപ്പോസ് നിങ്ങളുടെ വീട്ടിൽ ഒരു 12 വർഷമായിട്ടോ 10 വർഷമായിട്ടൊക്കെ ഉപയോഗിക്കുന്ന ഒരു വാഷിംഗ് മെഷീൻ വെച്ചോളൂ. ആ ഒരു വാഷിംഗ് മെഷീൻ ഫോർ സം റീസൺസ് അത് സ്റ്റോപ്പ് ചെയ്യുന്നു, വർക്കിംഗ് സ്റ്റോപ്പ് ചെയ്യുന്നു. യു കാൺ റിപ്പയർ ഇറ്റ്. ഇപ്പൊ 10-11 വർഷം കഴിഞ്ഞതാണെങ്കിൽ മോഡൽ തന്നെ ഔട്ട്ഡേറ്റഡ് ആണ്. സോ ഈവൻ ഇഫ് യു കോൾ ദ സർവീസ് സെന്റർ, ദേ വിൽ സേ ദാറ്റ് വി കാൺ റിപ്പയർ ഇറ്റ്. സോ യു നീഡ് ടു ബൈ എ ന്യൂ വൺ. അപ്പോഴേ യു മേ ഹാവ് ടു സ്പെൻഡ് അറൗണ്ട് 30,000 പ്ലസ് റുപ്പീസ് അതിനുവേണ്ടി ചെലവാക്കുന്നത്. സോ അങ്ങനെയുള്ളതാണ് എമർജൻസി നീഡ്സ്. ഇറ്റ് ഇസ് നോട്ട് ജസ്റ്റ് ഹെൽത്ത് റിലേറ്റഡ് മാത്രമല്ല. പലരും വിചാരിക്കുന്നത് എമർജൻസി ഫണ്ട് എന്നുള്ളതാണ്. അപ്പൊ അത് ചിലപ്പോൾ ജോലി മാറുന്നതിന്റെ ഭാഗമായിട്ട് ചിലപ്പോൾ റീലൊക്കേറ്റ് ചെയ്യണം. അപ്പൊ അതെല്ലാം നമുക്ക് ഈ ഒരു പൈസ എമർജൻസി ഫണ്ടിൽ നിന്നായിരിക്കും നമുക്ക് എടുത്ത് റീലൊക്കേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ നമുക്ക് ആവശ്യമായ ചെലവുകൾക്ക് ഉപയോഗിക്കാനും പറ്റും. സോ ദാറ്റ് വി ഡോണ്ട് നീഡ് ടു ഡിസ്റ്റർബ് അവർ സേവിങ്സ്. നമ്മൾ ചെയ്തിരിക്കുന്ന ഇൻവെസ്റ്റ്മെന്റ്സിനെ ഒന്നും നമുക്ക് ഡിസ്റ്റർബ് ചെയ്യാതെ ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളതാണ്. 2 വരുന്നത് വീട്. അപ്പൊ ഗോൾസിനെ വീടില്ലാത്തവർക്ക് വീട് വെക്കണം. മേ ബി
It can be short term, it can be medium term, depending on the situation. Someone planning to buy a house in the next 5 or 6 years, it's a medium term goal. അടുത്ത വരുന്നതാണ് കുട്ടികളുടെ എഡ്യൂക്കേഷൻ. ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ പോലെയുള്ള എക്സാമ്പിൾ. ഇപ്പൊ കുഞ്ഞുങ്ങളുള്ളവരെ, ഇപ്പൊ 5 വയസ്സുള്ള കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഗ്രാജുവേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് കമ്മിങ് ആഫ്റ്റർ 10 or 12 years. സോ ചിൽഡ്രൻ എഡ്യൂക്കേഷൻ, മാരേജ്, കുട്ടികളുടെ വിവാഹം, ഈവൻ സ്വന്തം വിവാഹം ആകും. ഇപ്പൊ കല്യാണം കഴിക്കാത്ത ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ഈവൻ ദെയർ മാരേജ്, ഇറ്റ് ക്യാൻ ബി എ ഷോർട്ട് ടേം ഓർ ഇറ്റ് ക്യാൻ ബി മീഡിയം ടേം. നിങ്ങൾ തന്നെ ആയിരിക്കും ചിലപ്പോൾ നിങ്ങളുടെ വിവാഹത്തിന് കുറെ എക്സ്പെൻസിന് കണ്ടെത്തേണ്ടതുണ്ട്. അല്ലെങ്കിൽ കുട്ടികളുണ്ടെങ്കിൽ കുട്ടികളുടെ വിവാഹത്തിന് ആവശ്യമായ പൈസ കണ്ടെത്തുക എന്നുള്ളത്, അതിനുവേണ്ടി പ്ലാൻ ചെയ്യാറുള്ളത്. സോ ഇറ്റ് ക്യാൻ ഓൾസോ ബി മീഡിയം ടേം, ഇറ്റ് ക്യാൻ ഓൾസോ ബി ലോങ് ടേം, ഡിപ്പെൻസ് ഓൺ ദ ഡ്യൂറേഷൻ. പിന്നെ റിട്ടയർമെന്റ്. റിട്ടയർമെന്റ് എന്ന് പറയുന്നത് എല്ലാവർക്കും വേണം. എന്നാൽ യു ആർ ഇൻ ടു എ ജോബ് ഓർ യു ആർ ഇൻ ടു എ ബിസിനസ്, ഏതൊരാൾക്കും വേണ്ടതാണ് റിട്ടയർമെന്റ്. It is retirement എന്ന് പറയുമ്പോൾ don't think that I am not going to retire at the age of 60 or I will be retiring at the age of 60. It is not related to age. Retirement എന്ന് പറയുന്നത് that's a phase where you feel that okay, I have enough money, I have good, let me try to enjoy a different kind of life. Or if a business ആണെങ്കിൽ okay, my children has taken over. ജോലി ആണെങ്കിലും you can work up to 60, 65. At some point of time you will have to leave that job and try to live independently. അങ്ങനെ വരുമ്പോഴും നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ മീറ്റ് ചെയ്യത്തക്കോണം ഉള്ള ഒരു ഇൻകം നിങ്ങൾക്ക് ജനറേറ്റ് ചെയ്യുക എന്നുള്ളതാണ് റിട്ടയർമെന്റിന്റെ ഒരു ആവശ്യം. അപ്പൊ അത് ഏതൊരാൾക്കും വേണ്ട ഒരു ഘടകമാണ്. പിന്നെ വരുന്നതാണ് വെക്കേഷൻ. ഇപ്പോഴത്തെ കാലത്ത് അറിയാമല്ലോ, പീപ്പിൾ ആർ ട്രാവലിംഗ് മോർ ആൻഡ് മോർ. ഒത്തിരി സൗകര്യങ്ങൾ കൂടി, നമ്മുടെ തന്നെ ഇൻഫ്രാസ്ട്രക്ചർ കൂടി, റോഡ്സും റെയിൽവേസും ഫ്ലൈറ്റും. ഇപ്പൊ ഇന്ത്യക്ക് അകത്തായാലും പുറത്തായാലും എവ്രി വൺ പ്ലാൻസ് ഫോർ ദിയർ വെക്കേഷൻസ്. അപ്പൊ അങ്ങനെയുള്ള ഗോളുകളാവാം. എനിക്ക് ഒരു കസ്റ്റമർ എൻ്റെ അടുത്ത് വന്നായിരുന്നു. they both got prepared, they want to go for a world tour after 5 years. അപ്പൊ അവർ അതിനു വേണ്ടിയുള്ള അവർക്ക് കിട്ടിയ റിട്ടയർമെന്റ് ബെനിഫിറ്റ്സും എല്ലാം കുറെ ഇൻവെസ്റ്റ് ചെയ്ത് they want to take a vacation. അവർക്ക് ലോകത്തെല്ലായിടവും, അമേരിക്ക, UK, ഫ്രാൻസ്, പിന്നെ ഈ സൈഡിലോട്ട് തായ്ലൻഡ് ആൻഡ് ഇന്തോനേഷ്യ, ജപ്പാൻ, ഓസ്ട്രേലിയ, ഇവർക്ക് എല്ലായിടവും ഇവിടെയൊക്കെ പോയി കാണണം എന്നുള്ളൊരു ആഗ്രഹം. സോ ദാറ്റ് വാസ് സംതിങ്, വെക്കേഷൻ പോകാൻ ആഗ്രഹിക്കും. പിന്നെ വെഹിക്കിൾ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെയാണ്, പീപ്പിൾ പ്ലാൻ ടു ചേഞ്ച് ദ വെഹിക്കിൾ ഇൻ 3 years time, 5 years time, 7 years time. സോ വെഹിക്കിൾ മേടിക്കുക, അവളെ അപ്ഗ്രേഡ് ചെയ്യുക തുടങ്ങിയ രീതിയിൽ. അപ്പൊ നമുക്ക് ഗോൾസിനെ ഇങ്ങനെ നീഡ്സ് അനുസരിച്ച് നമുക്ക് സെഗ്രിഗേറ്റ് ചെയ്യാം, അല്ലെന്നുണ്ടെങ്കിൽ ഡ്യൂറേഷൻ അനുസരിച്ച് സെഗ്രിഗേറ്റ് ചെയ്യും. അപ്പൊ ഇത് രണ്ടിനെയും കൂടെ ഒരു കോമ്പിനേഷൻ ആണ് പലപ്പോഴും വരുമ്പോഴാണ് റിയലൈസ് ചെയ്യാൻ പറ്റുന്നത്. പിന്നീട് പ്രൊട്ടക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തുമാത്രമാണ് നമ്മൾ ഈ ഉണ്ടാക്കുന്ന വെൽത്തിനെ ഹൗ ക്യാൻ വി പ്രൊട്ടക്ട്, ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. അത് വളരെ നെഗ്ലക്റ്റഡ് ആണ്. ഐ ഹാവ് സീൻ മെനി പീപ്പിൾ ടോക്കിംഗ് അബൌട്ട് ഇൻവെസ്റ്റ്മെന്റ്സ്. ഈ ഗോളിന് വേണ്ടി സേവ് ചെയ്യൂ, ഇൻവെസ്റ്റ് ചെയ്യുന്നു പറയുന്നത്, ബട്ട് ദേ ഡോണ്ട് മെൻഷൻ അബൌട്ട് ഹൗ ക്യാൻ യു പ്രൊട്ടക്ട്. ഇപ്പൊ നിങ്ങൾ ഒരു സേവ് ചെയ്തു, ഇൻവെസ്റ്റ് ചെയ്തൊക്കെ പോകുന്നു, അതിന് ഡീറ്റെയിൽ ആയിട്ട് വരും. ബട്ട് ഇഫ് യു ആർ നോട്ട് ടേക്കിംഗ് ദ കറക്റ്റ് വേ ടു പ്രൊട്ടക്ട് ഇറ്റ്, എല്ലാം ഈ ഉണ്ടാക്കിയതെല്ലാം വ്യർത്ഥമാകും. ദാറ്റ്സ് വൺ ഇമ്പോർട്ടൻറ്റ് തിങ്. Another thing, not all goals are important and all on high priority. So we should be able to decide, അത് തിരിച്ചറിയാൻ പറ്റണം ഏതാണ് ഇമ്പോർട്ടന്റ്, ഏതാണ് ഹയർ പ്രയോറിറ്റിയിൽ വേണം, അതിനനുസരിച്ച് വേണം നമ്മൾ അത് ചെയ്യാനായിട്ട്. പിന്നെ ഹെൽപ്സ് ടു മേക്ക് യു റിയലൈസ് ദ നീഡ് ഫോർ ഇൻവെസ്റ്റ്മെന്റ്. സോ ഇങ്ങനെ ഒരു ഗോൾസും അതിന്റെ ഡ്യൂറേഷനും ഒക്കെ അനുസരിച്ച് നമ്മളുടെ ഒരു കറണ്ട് പൊസിഷനും ഒക്കെ അറിയാമെന്നുണ്ടെങ്കിൽ നമുക്കത് എങ്ങനെയാണ് ആ ഇൻവെസ്റ്റ്മെന്റിന്റെ നീഡ് മനസ്സിലാക്കി അതിനുവേണ്ടി പ്രവർത്തിക്കാനും നമുക്ക് സാധിക്കും എന്നുള്ളതാണ് ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ്. സോ ദ നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് ഓർഗനൈസിംഗ് ഫിനാൻഷ്യൽ റെക്കോർഡ്സ്. യു ക്യാൻ സീ ഈ പിക്ചറിൽ കാണുന്ന പോലെ ഹൗ ക്യാൻ വി ഡു ഇറ്റ്, ഹൗ ഡു വി ഓർഗനൈസ്. ഇപ്പം ഞാൻ പലപ്പോഴും കാണാറുണ്ട്, ഒരുപാട് ആൾക്കാർ ഒരുപാട് കാര്യങ്ങളിൽ അവർ ഇടപെടുന്നുണ്ട്. ദേ ഹാവ് എന്താ പറയുന്നത്, ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ടോ, ഉണ്ട്. ദേ ഹാവ് മ്യൂച്വൽ ഫണ്ട്സ് ഉണ്ടോ, ഉണ്ട്. ദേ ഹാവ് സ്റ്റോക്ക് ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടോ, ഉണ്ട്. പക്ഷെ ഇതിനൊന്നും ഒരു കറക്റ്റ് റെക്കോർഡ്സ് ഇല്ല. കറക്റ്റ് ആയിട്ട് അവർക്ക് തന്നെ കൃത്യമായിട്ട് അറിയില്ല എങ്ങനെയാണ് ഇതിന്റെ ബെനിഫിറ്റ് എന്താണ്, എങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. സോ ഓർഗനൈസിങ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പൊ നിങ്ങൾ അത് അനുസരിച്ചാണ് എടുക്കേണ്ടത്. ബാങ്ക് അക്കൗണ്ട്സ് യൂണിഫൈ ബേസ്ഡ് ഓൺ പർപ്പസ്. ഇത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പോഴത്തെ കാലത്ത് പ്രൈവറ്റ് സെക്ടറിൽ ജോലി ചെയ്യുന്നവർക്ക് എല്ലാവർക്കും അറിയാം, സാലറി കംസ് ടു ദെയർ ബാങ്ക്. ബട്ട് ബിഗസ്റ്റ് അവരെന്നിട്ട് എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ they will link their investments, ചിലപ്പം ഇൻഷുറൻസ് ആയിരിക്കും, ചിലപ്പോൾ മ്യൂച്വൽ ഫണ്ട്സ് ആയിരിക്കും, സ്റ്റോക്ക് ആയിരിക്കും. they will link to that account. അത് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിയുമ്പോൾ they may work for 5 or 10 years and then
they leave or change to another firm. ഇപ്പൊ പുതിയ കമ്പനി ചെല്ലുമ്പോൾ പുതിയ കമ്പനിയുടെ പോളിസി അനുസരിച്ച് they may tell there is another ഈ ബാങ്ക്. സോ അപ്പൊ ബാങ്ക് അക്കൗണ്ടുകൾ വീണ്ടും മാറിക്കൊണ്ട് then there is a big process. ഈ ബാങ്ക് അക്കൗണ്ടും നിങ്ങളുടെ പഴയ ഇൻവെസ്റ്റ്മെന്റ് കൊടുത്തിരിക്കുന്ന അക്കൗണ്ടുകളും ഒക്കെ മാറ്റാനായിട്ട്. അതുകൊണ്ട് സ്വതന്ത്രമായിട്ടുള്ള ഒരു ബാങ്ക് അക്കൗണ്ട് വേണം, വേർ യു ക്യാൻ ലിങ്ക് ഓൾ യുവർ സേവിങ്സ്, ഓൾ യുവർ ഇൻവെസ്റ്റ്മെന്റ് ടു ദാറ്റ് അക്കൗണ്ട്. സോ നിങ്ങളുടെ ബാങ്ക് നിങ്ങളുടെ ജോലി മാറുന്നതോ നിങ്ങൾ സ്ഥലം മാറി പോകുന്നതോ ആയിട്ടോ ഒന്നും ഇത് ബാധിക്കത്തില്ല. ഇല്ല എന്നുണ്ടെങ്കിൽ ഇറ്റ് ബിക്കംസ് എ ഹേർഡിൽ. നിങ്ങൾ സ്ഥലം മാറി പോകുന്നു, പുതിയ കമ്പനിയിൽ ചേരുന്നു, അപ്പൊ അവിടെ പുതിയ ബാങ്കാണ്, പിന്നെ ഇതുമായിട്ട് ലിങ്ക് ചെയ്യണം. സോ the connectivity get lost. Irrespective of that, നിങ്ങൾ ജോബ് മാറിക്കോളൂ, നിങ്ങൾ ചേഞ്ച് ചെയ്തോളൂ, ബട്ട് യു ഹാവ് വൺ അക്കൗണ്ട് വേർ യു ഹാവ് ഓൾ ക്ലാരിറ്റി ഓൺ വാട്ട് ആർ ദി ഇൻവെസ്റ്റ്മെന്റ്സ് ഗോയിങ്, ഇതിൽ പോകുന്നതെന്നുള്ളത്, അല്ലെങ്കിൽ FD പോകുന്നത്. ഇപ്പൊ FD ഒക്കെ പലപ്പോഴും ആൾക്കാർ ഡിപ്പെൻസ് ഓൺ ദ ബാങ്ക്, ഏതാണോ കൺവീനിയന്റ് അത് ഇടും. പക്ഷെ പീപ്പിൾ ആർ മോർ അവെയർ ഓഫ് ഇറ്റ്. അപ്പം ബാങ്ക് അക്കൗണ്ട്സ് നമ്മൾ ഒരു പർപ്പസിനനുസരിച്ച് ഇൻവെസ്റ്റ്മെന്റിന് വേണ്ടിയിട്ട് ഒരു സെപ്പറേറ്റ് അക്കൗണ്ട് കീപ്പ് ചെയ്ത് പോകുന്നതായിരിക്കും എപ്പോഴും നല്ലത്. പിന്നെ നമ്മൾ ഈ ഓർഗനൈസ്ഡ് ഫൈനാൻഷ്യൽ റെക്കോർഡ്സിനകത്ത് വരുന്നത് ഇപ്പോൾ എന്തൊക്കെയാണ് ചെയ്തിരിക്കുന്നത്, എന്തൊക്കെ അസറ്റ്സിലാണ് ചെയ്തിരിക്കുന്നത്, എന്തൊക്കെ ഇൻസ്ട്രുമെന്റ്സിലാണ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നതിനെ കുറിച്ചുള്ള കറക്റ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ്. അത് ഞാൻ നമ്മൾ ഇൻഷുറൻസ് വർക്ക് ചെയ്യുമ്പോൾ ഐ റിമെമ്പർ എ സ്റ്റോറി. ഒരിക്കലും ഒരാള് ഇൻഷുറൻസ് എടുത്തു, ഹി ഹാസ് നോട്ട് എന്താ പറയുന്ന വീട്ടിൽ ആരോടും പറഞ്ഞില്ല, ആൻഡ് ദെൻ ഹി പാസ്ഡ് അവേ. കുറെ നാൾ കഴിഞ്ഞപ്പം വീട്ടുകാർ ഏതോ അലമാരയൊക്കെ തട്ടി എടുത്തപ്പോൾ കാണാൻ അതിന്റെ അടിയിൽ നിന്നും ഒരു മാക്സ് ലൈഫിന്റെ പോളിസിയുടെ ഡോക്യുമെന്റ് വന്നു. ഒരു വർഷം കഴിഞ്ഞിട്ടാണ്. They brought to Max Life and the company was since it's a genuine case, company paid, settled it immediately. അപ്പൊ ഈ അതുകൊണ്ടാണ് നമ്മളുടെ ഇതുപോലുള്ളതായ ഇൻവെസ്റ്റ്മെന്റ്സും ഇൻസ്ട്രുമെന്റ്സ് എന്തൊക്കെയാണ് എടുത്തിരിക്കുന്നത് ഓർഗനൈസ്ഡ് ആയിട്ട് ഫയലിൽ ഇട്ടിരിക്കുകയും നമ്മുടെ വീട്ടിലുള്ളവർക്ക് അറിയുകയും ചെയ്യണം എന്തൊക്കെയാണ് ഞാൻ ചെയ്തിരിക്കുന്നത് എന്നുള്ളത്. പിന്നെ കൊളേറ്റ് ഇൻഫർമേഷൻ ഓൺ എ ഷീറ്റ് ഓർ ബുക്ക്. ഇത് എന്തൊക്കെയാണ് ചെയ്തിരിക്കുന്ന ഒരു എക്സൽ ഷീറ്റിലോ അല്ലെന്നുണ്ടെങ്കിൽ ഈ ഫിനാൻഷ്യൽ പ്ലാനർ എന്നൊക്കെ പറഞ്ഞ് ബുക്കുകൾ കിട്ടും. അവിടെ ചെറുതായിട്ട് എഴുതി വെക്കുകയും ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇനി ആ പറയുന്ന ഈ എടുത്തിരിക്കുന്ന വ്യക്തി, വെദർ ഇറ്റ് ഇസ് ഹസ്ബൻഡ് ഓർ വൈഫ്, പുള്ളിക്കാരൻ അല്ലാതായാലും കടന്നുപോയാലും ബാക്കി വീട്ടിലുള്ളവർക്ക് അറിയാൻ പറ്റും ഓക്കെ എന്തൊക്കെയാണ് വരുന്നത്. ഇപ്പോഴത്തെ കാലത്ത് ഏറ്റവും വലിയൊരു ത്രെട്ടാണ്, ഇറ്റ്സ് എ കൺവീനിയന്റ് ഈസ് ബിക്കമിങ് എ ത്രെട്ട്. അത് ഞാൻ കേട്ടിട്ടുണ്ട്. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വി ക്യാൻ ഡു എവറി തിങ് നൗ ഇൻ മൊബൈൽ. അപ്പൊ മൊബൈലിലൂടെ നമുക്ക് എല്ലാ ട്രാൻസാക്ഷൻ ചെയ്യാം, മൊബൈലിൽ കൂടെ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം, ഇൻഷുറൻസ് എടുക്കാം, എന്തൊക്കെ FD ഇടാം, എല്ലാം ചെയ്യാം. അപ്പൊ റീസെന്റ് ആയിട്ട് എൻ്റെ അടുത്ത് ഒരു കേസ് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് എല്ലാം ചെയ്യുന്നുണ്ടായിരുന്നു, ഹസ്ബൻഡ് ചെയ്യുന്നുണ്ടായിരുന്നു, വീട്ടുകാർക്ക് അറിയാം ഇതൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. സഡൻലി ഓൺ ഫൈൻ മോർണിംഗ് ഹി ലെഫ്റ്റ് ദിസ് വേൾഡ്. പുള്ളിക്കാരൻ പോയി. പക്ഷെ മൊബൈല് എന്താ പറ്റുന്നത് വീട്ടുകാർക്ക് അറിഞ്ഞുണ്ട് അത് ഓപ്പൺ ചെയ്യുന്നത് എങ്ങനെയാണ്. അപ്പൊ ഇതിന്റെ എല്ലാ റെക്കോർഡ്സും മൊബൈലിലായിരുന്നു. മൊബൈല് 5 or 6 പ്രാവശ്യം ഇങ്ങനെ മൊബൈല് ഇത് ചെയ്യാൻ ശ്രമിച്ച വഴി അത് ലോക്കായി. സോ ഐ ഡോണ്ട് നോ ഹൗ ദേ മാനേജ്ഡ് ഇറ്റ്. അങ്ങനെയൊക്കെയുള്ള ഇൻസിഡൻസ് വരും. സോ ഇപ്പോഴത്തെ കാലത്ത് ഇഫ് ഇറ്റ് ഇസ് ഒരു ഡോക്യുമെന്ററി എവിഡൻസ് ആയിട്ടുള്ള ഒരു ഡോക്യുമെന്റോ അല്ലെങ്കിൽ എവിടെയെങ്കിലും എഴുതി വെക്കുക എന്തെങ്കിലുമൊക്കെ ചെയ്തിരുന്നെങ്കിൽ അവർക്കത് കണ്ടെത്താൻ പറ്റും. ഐ എം നോട്ട് സീയിങ് ദേ വിൽ ലോസ് ഓൾ ദ മണി. പക്ഷെ വീട്ടുകാർക്ക് ഒത്തിരിയേറെ ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കുന്നത്. ഇത് കണ്ടുപിടിക്കുകയും പാൻ വെച്ചിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നു എന്നുള്ളതുമായിട്ട് കമ്മ്യൂണിക്കേഷൻസ് ചെയ്ത് they will be able to get back the money, but it becomes a lot of trouble to the family members. പിന്നെ വരുന്നതാണ് ഈ ഡോക്യുമെന്റ്സ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതൊക്കെ ഒഴിവാക്കാനായിട്ട് മേശയുടെ അടിയിൽ വെക്കുകയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എല്ലാ ഡോക്യുമെന്റ്സും ഒരു ഫോൾഡറിനകത്തോ ഫയലിനകത്തോ വെക്കും, ഒരു സ്ഥലത്ത് വെക്കുക, ആൻഡ് സോ ദാറ്റ് യുവർ ഫാമിലി മെമ്പേഴ്സ് ആർ ഓൾസോ അവെയർ. That will help to track and check progress. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ മോണിറ്റർ ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ സഹായിക്കും. അപ്പൊ ഇനി അടുത്ത് വരുന്നതാണ് ട്രാക്കിംഗ് അവർ ഇൻകം ആൻഡ് എക്സ്പെൻസസ്. നമ്മുടെ ഇൻകവും എക്സ്പെൻസസ് എന്താണെന്ന്, അത് എന്തിനാണെന്നുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആദ്യം പറഞ്ഞ എക്സാമ്പിൾ പോലെയാണ്. കിട്ടുന്ന പൈസയുണ്ട്, ബാങ്കിലോട്ട് വരുന്നു, ചെലവാക്കുന്നു, തീരുന്നു. 20-ാം തീയതി കഴിയുമ്പോഴത്തേക്ക് പിന്നെ ഭയങ്കര ടൈറ്റാണ്. എവിടെയാണ് പോകുന്നതെന്ന് ചോദിച്ചാൽ അറിയത്തില്ല. അത് അങ്ങോട്ട് പോകുന്നു, ഇങ്ങോട്ട് പോകുന്നു, അങ്ങനെ പല കാര്യങ്ങളും. അപ്പൊ സോഴ്സസ് ഓഫ് ഇൻകം, ചിലപ്പം ഇൻകം വരുന്ന സാലറി കാണും, ചിലർക്ക് പല ഇൻട്രസ്റ്റുകൾ വരുന്നുണ്ടായിരിക്കും, എന്നുണ്ടെങ്കിൽ വേറെ പല രീതിയിലുള്ള ഇപ്പം പേരൻസ് വല്ലപ്പോഴും ഒക്കെ ഗിഫ്റ്റ് കൊടുക്കായിരിക്കും. ഇങ്ങനെ സോഴ്സ് ഓഫ് ഇൻകം നമ്മൾ അറിഞ്ഞിരിക്കണം. എല്ലാ എക്സ്പെൻസുകളും ഔട്ട് ഗോയിങ് ഇൻക്ലൂഡിങ് സേവിങ്സ് നമുക്ക് അറിഞ്ഞിരിക്കും. ഇപ്പൊ വളരെ ഈസിയാണ്. ദെർ ആർ നോട്ട് മെനി ആപ്സ് വേർ യു ക്യാൻ എൻ്റർ ആൻഡ് ട്രാക്ക് ഇറ്റ്. മനസ്സിലായി? പിന്നെ ക്രെഡിറ്റ് കാർഡ് ഒക്കെ ഉപയോഗിക്കുന്നവരാണെങ്കിൽ വളരെ എളുപ്പമാണ്. പക്ഷെ എല്ലാ എക്സ്പെൻസുകളും നമ്മൾ അറിഞ്ഞിരിക്കണം, ഇൻക്ലൂഡിങ് സേവിങ്സ്. This will help you to understand how much expenses happening with regards to the income. നമ്മളുടെ
ഒരു മാസാവസാനം ഇങ്ങനെ ഒരു ട്രാക്കിംഗ് ഉണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും നമുക്ക് കിട്ടുന്ന 25,000 ആണ് നമ്മൾ ചെലവാക്കി കഴിയുമ്പം ചിലപ്പോൾ 20 നമ്മൾ തന്നെ ചിലപ്പോൾ ചില കേസിൽ പറയാറുണ്ടോ നമ്മൾ തന്നെ വണ്ടർ അടിക്കാറുണ്ട് ബിക്കോസ് എക്സ്പെൻസ് ഇസ് മോർ ദാൻ ദി ഇൻകം വേറെ ഞാൻ മാനേജ് ചെയ്യുന്നുള്ളത് അവർക്ക് തന്നെ ചിലപ്പോഴും അറിയാതെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അറിഞ്ഞൂടെ ഈ സോഴ്സസ് ഓഫ് ഇൻകം എന്തൊക്കെയാണെന്ന് അവർ കൃത്യമായി ട്രാക്ക് ചെയ്യാത്തതുകൊണ്ടാണ് സോ അങ്ങനെ വരുമ്പോൾ ദിസ് വിൽ ഹെൽപ്പ് യു ടു റിഫൈൻ യുവർ ഫിനാൻഷ്യൽ ഗോൾസ് അപ്പൊ എക്സ്പെൻസ് കൂടുതലും ഇൻകംത്തേക്കാളും കൂടുതൽ എക്സ്പെൻസ് ഒക്കെ ആണെങ്കിൽ ദാറ്റ് യു ഹാവ് ടു മേക്ക് എ ഡിസിഷൻ ഇത് നിങ്ങളുടെ ആ ഒരു ഗോൾസിനെ എങ്ങനെ ഇത് ബാധിക്കും എന്നനുസരിച്ച് യു ബി ഏബിൾ ടു റിഫൈൻ യുവർ ഗോൾസ് അപ്പൊ അതാണ് ഞാൻ പറഞ്ഞ പോയിന്റ് ഈ ഗോൾസ് അനലൈസ് ചെയ്യാം അതിനെ റീപ്രയോറിറ്റൈസ് ചെയ്തിട്ട് നമുക്ക് നമ്മളുടെ ആ ഇൻകവും എക്സ്പെൻസും വെച്ച് ട്രാക്ക് ചെയ്യാൻ പറ്റും ഇനി അടുത്ത വരുന്നതാണ് കറണ്ട് ഫൈനാൻഷ്യൽ പൊസിഷനെ നമ്മൾ അനലൈസ് ചെയ്യും അപ്പൊ ഈ ബേസ്ഡ് ഓൺ ദ ഇൻകം എക്സ്പെൻസ് വെച്ച് നോക്കി കഴിയുമ്പോൾ നമുക്ക് നമ്മൾ എവിടെ നിൽക്കുന്നു എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് അറിയാൻ പറ്റും ഇറ്റ്സ് എ ജോയിന്റ് എഫർട്ട് ഹസ്ബൻഡും വൈഫ് അല്ലെങ്കിൽ ആരൊക്കെയാണോ ഏൺ ചെയ്യുന്നത് അവർ ഇറ്റ്സ് എ ജോയിന്റ് എഫർട്ട് വേർ വി ആർ ഫൈനാൻഷ്യലി സ്റ്റാൻഡിങ് സോ ഐഡന്റിഫൈ ദ എക്സ്പെൻസസ് ദാറ്റ് ക്യാൻ ബി ലിമിറ്റഡ് ഇപ്പൊ വെളിയിൽ നിന്ന് ഫുഡ് മേടിക്കുന്ന മിക്കവാറും ഓൾമോസ്റ്റ് ചിലർ കാണുന്ന ആഴ്ചയിൽ 2-3 ദിവസം മേടിക്കും ടൊമാറ്റോ ഇൻട്രസ്റ്റിംഗ് ഫാക്ട് ഐ വിൽ ടെൽ യു probably a burger if you go to McDonald's you may have to pay 130 rupees 140 rupees പക്ഷെ അതേ ബർഗർ നിങ്ങൾ സൊമാറ്റോയിലോട്ട് കൊണ്ടുവരുമ്പോൾ ഈ 135 എന്നുള്ള ഇറ്റ് ബിക്കംസ് 200 rupees സർവീസ് ചാർജ് പീക്ക് ടൈം ചാർജ് GST അതിന്റെ ഇതെല്ലാം കൂടെ വരുമ്പോൾ ഇറ്റ് ബിക്കംസ് 200 അപ്പൊ അങ്ങനെ വരുമ്പോൾ അതുപോലെ തന്നെ എനിക്കറിയാം ഒരു കേസിൽ ഒരു ഫാമിലി ദേ യൂസ് ടു ഗോ മാൻഡേറ്ററി ആയിട്ടും ആഴ്ചയിൽ മിനിമം ഒന്ന് വെനസ്ഡേ ഒന്ന് സാറ്റർഡേ ദേ യൂസ് ടു ഗോ ഔട്ട് ഫോർ ഔട്ട്സൈഡ് ഫുഡ് അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളത് വരുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ സിറ്റുവേഷനിലേക്കായിരിക്കും എത്തുന്നത് ബിക്കോസ് യുവർ എക്സ്പെൻസസ് ആർ മോർ ദാൻ യുവർ ഇൻകം അങ്ങനെ വരുമ്പം യു ഷുഡ് ബി ഏബിൾ ടു ഐഡന്റിഫൈ യു ഷുഡ് ബി ഏബിൾ ടു ലിമിറ്റ് സോ ഹെൽപ്സ് യു ടു കട്ട് ഡൗൺ അൺവാണ്ടഡ് എക്സ്പെൻസ് ഇങ്ങനെയുള്ള കൃത്യമായ ഒരു ട്രാക്കിംഗ് ഉണ്ടെങ്കിൽ നമുക്ക് അൺവാണ്ടഡ് എക്സ്പെൻസുകൾ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും അതിനെ കുറയ്ക്കാൻ പറ്റും അത് എന്തിന് കുറയ്ക്കാൻ പറ്റുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദാറ്റ് വിൽ ഹെൽപ്പ് യു ടു സേവ് മോർ ഫോർ യുവർ ഫിനാൻഷ്യൽ ഗോൾസ് will help you to utilize the money for a financial goal ആ ഒരു ഗോൾ അച്ചീവ് ചെയ്യാനായിട്ട് നമ്മളെ സഹായിക്കും സേവ് മോർ ഫോർ ഗോൾസ് എപ്പോഴും ഓർക്കുക നമുക്ക് ഭാവിയിൽ ഇന്നത്തെ സ്പെൻഡ് ചെയ്യുന്ന ഇന്നത്തെ സന്തോഷമായിരിക്കും പക്ഷെ ഭാവിയിൽ നമുക്ക് ബിഗർ നീഡ്സ് ഉണ്ടെങ്കിൽ അതിനാവശ്യമായ പൈസ ഇല്ല എന്നുണ്ടെങ്കിൽ എല്ലായ്പ്പോഴും ദാറ്റ് വിൽ ബി എ പെയിൻ പോയിന്റ് അല്ലെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് എപ്പോഴും ഒരു ടെൻഷൻ പോയിന്റ് ആയിരിക്കും ഫോർകാസ്റ്റ് ദ ഇംപ്രൂവ്മെന്റ് ഇൻ ഫൈനാൻഷ്യൽ പൊസിഷൻ എങ്ങനെ നിങ്ങൾക്ക് കുറയ്ക്കാൻ പറ്റും ഇവിടെ കട്ട് ചെയ്യാൻ പറ്റും സോ ദാറ്റ് ഐ ക്യാൻ ഇംപ്രൂവ് മൈ സേവിങ്സ് ഐ ക്യാൻ ഇംപ്രൂവ് മൈ ഫിനാൻഷ്യൽ പൊസിഷൻ എന്ന് മനസ്സിലാക്കാൻ പറ്റും ഇനി അടുത്തതാണ് കൺസൾട്ട് വിത്ത് ആൻ എക്സ്പേർട്ട് എന്തിനാണ് ദാറ്റ്സ് എ പാർട്ട് ഓഫ് ദ റിസർച്ച് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഐഡന്റിഫൈ ചെയ്ത് റിസർച്ച് ചെയ്ത് ആ സമയം നിങ്ങൾക്ക് വായിച്ച് സ്പെൻഡ് ചെയ്യുന്നതിനേക്കാളും യു ക്യാൻ മീറ്റ് എ കൺസൾട്ടന്റ് ലൈക്ക് മീ so that it becomes your life is much more easier they will be able to give more of practical situations അപ്പോൾ ഈ പറയുന്ന ഗോൾസ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഹൈ പ്രയോറിറ്റി ഇമ്പോർട്ടൻറ്റ് ഗോൾസ് അപ്പൊ ഇത് വെൻ യു ഡിസ്കസ് വിത്ത് ദം യു ക്യാൻ റിഫൈൻ യുവർ ഗോൾസ് സോ ദാറ്റ് ഹി വിൽ ബി ഏബിൾ ടു ഹെൽപ്പ് യു പിന്നെ ഡെവലപ്പ് എ പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഫിനാൻഷ്യൽ പൊസിഷൻ ഇപ്പൊ 5 വർഷമുണ്ട് അല്ലെങ്കിൽ 10 വർഷമുണ്ട് എന്ത് അപ്രോച്ച് നമുക്ക് എടുക്കാൻ പറ്റും ഇപ്പൊ ചിലപ്പോൾ നിങ്ങൾ വായിക്കുന്നുണ്ടായിരിക്കും ഇൻവെസ്റ്റിംഗ് ഇൻ സ്റ്റോക്ക് മാർക്കറ്റ് ഓർ ഇൻവെസ്റ്റിംഗ് ഇൻ മ്യൂച്വൽ ഫണ്ട് ഇസ് ഗുഡ് പക്ഷേ വെദർ ഇറ്റ് ഈസ് പ്രാക്ടിക്കലി ഫീസിബിൾ ഫോർ യുവർ ഗോൾ ഇപ്പൊ 2 വർഷത്തേക്കോ 3 വർഷത്തേക്കോ ഉള്ള ഒരു ഗോളിന് ക്യാൻ ബി ടേക്കൻ അഗ്രസീവ് ഇൻവെസ്റ്റ്മെന്റ് സ്ട്രാറ്റജി ഇറ്റ് മേ നോട്ട് ബി പോസിബിൾ എടുക്കുക ഇപ്പം ബാക്കിയുള്ളതിൽ നോക്കുമ്പോഴത്തേക്ക് ഗൂഗിളിലോ അങ്ങനെയുള്ള സെർച്ച് ചെയ്യുമ്പോൾ ഇറ്റ് മേ ലുക്ക് വെരി ഈസി ബട്ട് പ്രാക്ടിക്കൽ ചലഞ്ചസ് ആർ ദെയർ ദാറ്റ്സ് വെയർ എ കൺസൾട്ടന്റ് ക്യാൻ ഹെൽപ്പ് യു ടു ഡെവലപ്പ് എ പ്ലാൻ helps you to identify the different asset classes you can invest based on the rules with respect to the duration അപ്പൊ ഞാൻ പറഞ്ഞില്ലേ മണി നീഡ്സ് അനുസരിച്ചുള്ള ഗോൾസ് ഡ്യൂറേഷനുമായിട്ട് മാച്ച് ചെയ്ത് അസറ്റ് ക്ലാസ്സുകളെ തീരുമാനിക്കാൻ പറ്റും അപ്പൊ അതിൽ 100 ഇപ്പൊ ഞാൻ ചിലപ്പോൾ ഇൻഷുറൻസ് ആയിരിക്കും പറ്റും ചിലപ്പോൾ മ്യൂച്വൽ ഫണ്ട്സ് ആയിരിക്കും പറ്റും ചിലപ്പോൾ FD ആയിരിക്കും പറ്റും ചില കേസുകളിൽ ഈവൻ വി വിൽ ടെൽ യു മേ ജോയിൻ ചിട്ടി ചേരുന്നതായിരിക്കാം ചിട്ടി ഈസ് ബേസിക്കലി ഒരു എക്സ്പെൻസീവ് സംഭവമാണ് അതുപോലെ തന്നെ സ്പെൻഡ് ചെയ്ത് തീർക്കാനുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണ് ബട്ട് എന്നിരുന്നാലും ചില കേസുകളിൽ നമ്മൾക്ക് അത് ഉപയോഗിക്കേണ്ടതായിട്ട് വരും സോ അങ്ങനെ ഗോൾസിന്റെയും ഡ്യൂറേഷന്റെയും അനുസരിച്ച് കറക്റ്റ് ആയിട്ടുള്ള ഒരു പ്ലാൻ നമുക്ക് സെറ്റ് ചെയ്യാൻ അപ്പൊ ആൻഡ് ബിക്കോസ് ഓഫ് ദാറ്റ് കൺസൾട്ടന്റ് എക്സ്പെർട്ടൈസ് ഉപയോഗിച്ചിട്ട് ഈച്ച് ഇൻവെസ്റ്റ്മെന്റിന്റെ റിസ്ക് അറിയാൻ പറ്റും
ഇപ്പൊ ഒരു കാര്യം ഓർക്കുക, നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുന്നതാണ് ഹയർ റിസ്ക്. കാര്യം ഓരോ വർഷവും ഇന്ത്യയിലെ ഇൻഫ്ലേഷൻ അനുസരിച്ച് വിലകൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മള് ഇൻവെസ്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ട് സേവ് ചെയ്യുകയോ ചെയ്യാതിരിക്കുന്നതാണ് ഹയർ റിസ്ക്. കാര്യം ഈ പൈസ നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് ആണെങ്കിൽ there is no need to worry about any risk. Risk is it's a risk if you are not investing എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. And helps to understand the risk of not investing also. നമ്മൾ ഭയപ്പെട്ട് ഇതിനു വേണ്ടി സേവ് ചെയ്യാതെയോ അല്ലെങ്കിൽ ചിലപ്പോൾ ട്രഡീഷണൽ വേസിലൂടെ മാത്രം പോയി കഴിഞ്ഞാൽ it will have its own impact. Okay. So it will help you to understand how can you invest, what are the best options, അതുപോലെ തന്നെ what is the practical way of investing, എന്തൊക്കെയാണ് പ്രാക്ടിക്കൽ ആയിട്ട് ചെയ്യാൻ പറ്റുന്നത് എന്നൊക്കെയുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് അവിടെ ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും. അത് മാത്രമല്ല creating and implementing a financial plan. അപ്പൊ ഇതിനകത്ത് കുറെ elements of financial planning ഉണ്ട്. അപ്പം അത് probably in one or other session I will be taking what are the elements of financial planning. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് ഐഡന്റിഫൈങ് ദി എമർജൻസി ഫണ്ട് റിക്വയർമെന്റ്. എമർജൻസി ഫണ്ട് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ഇറ്റ് ഇസ് നോട്ട് ജസ്റ്റ് അബൌട്ട് ഹെൽത്ത് ഓർ ഹോസ്പിറ്റൽ റിലേറ്റഡ് അല്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലത്തെ എക്സാമ്പിൾ, സപ്പോസ് സം എക്യുപ്മെന്റ് ഇൻ യുവർ ഹൗസ്, ഒരു അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു അത്യാവശ്യം വന്നു, യു മേ ഹാവ് ടു ട്രാവൽ, അങ്ങനെയൊക്കെ വരുമ്പോൾ ഉള്ള ഉപയോഗത്തിന് വേണ്ടിയുള്ളതാണ് എമർജൻസി ഫണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ ഐഡന്റിഫൈങ് ദ സേവിങ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് ബേസ്ഡ് ഓൺ ഇറ്റ്സ് ഗോൾ. Ensure proper protection plans are in place. ഞാൻ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അടുത്ത സെക്ഷനിൽ പറയുന്നുണ്ട്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. കാര്യം ഇത് വളരെ നെഗ്ലക്ട് ചെയ്യപ്പെടുന്ന ഒരു ഏരിയ. ഇൻക്ലൂഡ്സ് ടാക്സ് പ്ലാനിങ് ആൻഡ് ടാക്സ് ഓപ്റ്റിമൈസേഷൻ. അപ്പൊ നമ്മൾ ചെയ്യുന്ന ഇൻവെസ്റ്റ്മെന്റിന് ഹൗ മച്ച് ടാക്സ് വി ആർ പേയിങ്, നമുക്ക് കിട്ടുന്ന ഓരോ പൈസയും നമ്മൾ ടാക്സ് അടച്ചിട്ടാണ് നമ്മുടെ അക്കൗണ്ടിലേക്ക് വരുന്നത്. വെദർ യു ആർ ഡൂയിങ് എ ബിസിനസ്, whether you are earning salary, നിങ്ങൾക്ക് TDS അല്ലെങ്കിൽ ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ് കഴിഞ്ഞിട്ടാണ് വരുന്നത്. അപ്പോൾ പിന്നെ നിങ്ങൾ ആലോചിക്കേണ്ടത് the money what I am getting, okay, I am investing, how much tax I need to pay, how can I optimize the tax? That is very important. There are ways to get tax free income, there are ways to get tax optimized income. ഇപ്പൊ ഇൻഷുറൻസിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഒരു റിക്വയർമെന്റ് വേണമെങ്കിൽ it's a tax free income. Whereas if you are investing in mutual funds or stock market, it's a tax optimized income. But if the same time, if you are putting in 100% in FD, you will be paying 30% tax. നിങ്ങൾക്ക് കിട്ടിയ ടാക്സ്, നിങ്ങൾക്ക് ഓൾറെഡി ടാക്സ് പേ ചെയ്ത് കിട്ടിയ പൈസയുടെ വീണ്ടും 30% ടാക്സ് പോകും. So you need to always think about how can you save tax, how can you optimize tax. Financial plan can be based on goal wise or personal needs. ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ. So it's a combination of time and goals. Do not mix retirement planning with any other goals. ഞാൻ ആദ്യം പറഞ്ഞിരുന്നു റിട്ടയർമെന്റ് പ്ലാനിങ് is a must for everyone. അപ്പൊ എന്തുകൊണ്ടാണ് ഒരു പക്ഷേ ഇപ്പൊ വീട്ടില് മക്കളുണ്ട്, അവരുടെ വിദ്യാഭ്യാസമുണ്ട്, അവരുടെ മാരേജ് ഉണ്ട്, അത് സെപ്പറേറ്റ് ആയിരിക്കണം, റിട്ടയർമെന്റ് പ്ലാനിങ് സെപ്പറേറ്റ് ആയിരിക്കണം. കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റിട്ടയർമെന്റ് എന്ന് പറയുന്നത് ഒരു ലോങ്ങർ ടൈം ഗോൾ ആണ്. അതിന് എന്തുമാത്രം ഒരു ഗോൾ അനുസരിച്ച് സേവ് ചെയ്തുകൊണ്ട് വരുമ്പം അതിൽ നിന്ന് നമുക്ക് ഇൻകം ജനറേറ്റ് ചെയ്യാനുള്ളതാണ്. മറ്റെന്തെങ്കിലുമായിട്ട് നമ്മൾ മിക്സ് ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്യുകയാണ്. സപ്പോസ് യു ആർ ഇൻവെസ്റ്റിംഗ്, ഒരു കോമൺ ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്ത് പോകുന്നു, ഒരു വിവാഹം വരുന്നു, വിവാഹത്തിന് വരുന്ന പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ സപ്പോസ് ഇന്നത്തെ കാലത്ത് വിവാഹം നടത്തണമെങ്കിൽ ഒരു റീസണബിളി ഫെയർ വിവാഹം നടത്തണമെങ്കിൽ 25 lakhs വേണം. എങ്ങനെയാണെന്ന് വെച്ചാൽ വളരെ ഈസിയാണ്. You want to take an auditorium, you need to pay around 3 lakhs. You need to, ഒരു ഫുഡ് എന്ന് പറയുമ്പോൾ that will cost another 3 lakhs. You take photography, it takes another 3 to 3.5 lakhs. പിന്നെ ബാക്കി ഡ്രസ്, other things എല്ലാം put together it will cost you as of today is around 20-25 lakhs. അപ്പം ഈ 25 lakhs അല്ലെങ്കിൽ 40 lakhsന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ in one shot it gets finished. കല്യാണത്തിന്റെ ഒരു 3-3.5 മാസ സമയം കൊണ്ട് ഈ 35-25 ലക്ഷം ഓരോരുത്തരുടെയും അവരവരുടെ സ്റ്റാറ്റസ് അനുസരിച്ച് അവർ സേവ് ചെയ്തിരിക്കുന്ന ആ പൈസ അപ്പോൾ തന്നെ തീരും. അപ്പം അതിനെ നമ്മൾ മറ്റു ഗോളുകളായിട്ട് ക്ലബ് ചെയ്ത് കഴിഞ്ഞാൽ വിവാഹത്തിന്റെ ആവശ്യത്തിന് നമ്മൾ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പൈസ മാത്രമല്ല, ഈ റിട്ടയർമെന്റ് ചെയ്തിരിക്കുന്നതായ പൈസയും കൂടെ ചിലപ്പോൾ അതിന്റെ കൂടെ അങ്ങ് പൊക്കളയും. സോ യു വിൽ ബി ഫേസിങ് എ ഷോർട്ടേജ് ഓഫ് മണി വെൻ യു ആർ അബൌട്ട് ടു റിട്ടയർ. അതുകൊണ്ടാണ് റിട്ടയർമെന്റിന്റെ പ്ലാനുകൾ, റിട്ടയർമെന്റ് പ്ലാൻ സെപ്പറേറ്റ് ആയിട്ട് തന്നെ ആയിരിക്കണം എല്ലാവർക്കും. നിങ്ങൾക്ക് പ്ലാൻ ചെയ്യുമ്പോൾ ഓരോ കുട്ടികളുടെ അനുസരിച്ച് ചെയ്യുക. അതാണ് പേഴ്സൺ നീഡ്സ് അനുസരിച്ച് ചെയ്യുക. ഇപ്പം 2 കുട്ടികളുണ്ട്, ഓക്കെ, 2 കുട്ടികളുടെയും മാരേജിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ആയിട്ടുള്ള ചെയ്യും, അല്ലെങ്കിൽ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് എടുക്കുക,
അല്ലെങ്കിൽ ഇൻഡിവിജ്വലൈസ് ചെയ്യാം. മൂത്ത ആളുടെ വിവാഹവും പഠിത്തവും, രണ്ടാമത്തെ ആളുടെ വിവാഹവും പഠിത്തവും, അങ്ങനെ ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് സേവ് ചെയ്യാം, നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. റിട്ടയർമെന്റുമായിട്ട് അത് മിക്സ് ചെയ്യാതെ പ്രത്യേക once the plan is made, start implementing it without further delay. അപ്പൊ ഇതിൽ വലിയൊരു ഫാക്ടറാണ്. പലരും ഞാൻ കണ്ടിട്ടുള്ളത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ they will come, they will discuss, they will make the plan and then they will sit over it and they will think maybe 2 months 3 months. അത് കഴിഞ്ഞിട്ട് പിന്നെ they will start thinking of, അപ്പോഴത്തേക്ക് ടൈം ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. എപ്പോഴും ഓർക്കുക, ഇൻവെസ്റ്റ്മെന്റ്സ് ടൈം ഈസ് മണി. The more you delay, you are going to lose the plan. The moment you make the plan, implement it without further delay. Don't include schemes investment just for the sake of guaranteed returns. അപ്പൊ ഈ പലപ്പോഴും ഇപ്പം റീസെന്റ് ആയിട്ട് ആ തൃപ്പൂണിത്തുറയുള്ള ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി, പ്രോബ്ലി they were giving the highest interest rate. അത് guaranteed ആണെന്ന് പറയുന്നത്. But then people were investing and now there is a scam, there is an issue. ആ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നവർക്ക് it is a challenge to get back the money. അപ്പൊ നമ്മൾ എപ്പോഴും ഓർക്കേണ്ടത്, don't just go for the guaranteed ആണ് അതാണെന്നുള്ളതിനേക്കാൾ ഉപരി എന്താണ് മോർ ഒരു കറക്റ്റ് അഡ്വൈസ് കിട്ടി ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത്. സോ അടുത്ത വരുന്നതാണ് മോണിറ്റർ ആൻഡ് ബി ഫ്ലെക്സിബിൾ. നമ്മൾ നേരത്തെ പറഞ്ഞു പ്ലാൻ അനുസരിച്ച് നമ്മൾ ഇതെല്ലാം ചെയ്തു വെക്കുന്നു. അപ്പം ഒരു കാര്യം ഓർക്കുക, പ്ലീസ് റിമെമ്പർ, ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻസ് വിൽ നോട്ട് പെർഫോം ഓൾ ദ ടൈം. ഒരു കാര്യവും ഒരിക്കലും 100% എപ്പോഴും പെർഫോമിംഗ് ആയിരിക്കത്തില്ല. ഈവൻ ഇഫ് യു ടേക്ക് ഗോൾഡ്, ഇൻ ദ കറന്റ് പ്രൈസ് സിനാരിയോ ഗോൾഡ് ഈസ് ഷൈനിങ്. പക്ഷേ 2014-ലും 2015-ലും ഒക്കെ എനിക്ക് തന്നെ നേരിട്ട് അറിയാം, നമ്മൾ അന്ന് പേഴ്സണൽ ആയിട്ട്, അന്ന് ഞാൻ ജോലി ചെയ്യായിരുന്നപ്പോൾ ഐ യൂസ് ടു ഇൻവെസ്റ്റ്. അന്ന് എനിക്കറിയാം സ്വർണത്തിന്റെ വില മേടിച്ചതിനേക്കാൾ ഒരുപാട് വർഷം താഴ്ന്നു, പിന്നീടാണ് കൂടിയത്. ഇപ്പോഴെല്ലാത്തിന്റെയും വില കൂടി നിൽക്കുകയാണ്. ഇപ്പൊ ഇൻക്ലൂഡിങ് ഇക്വിറ്റീസ് ആണെങ്കിലും മ്യൂച്വൽ ഫണ്ട് ആണെങ്കിലും സ്റ്റോക്ക് ആണെങ്കിലും എല്ലാത്തിന്റെയും പ്രൈസ് കൂടി നിൽക്കുകയാണ്. സോ പ്രോബ്ലി യു വിൽ ഫൈൻഡ് ഗോൾഡ് ഈസ് വെരി ലുക്രേറ്റീവ്, ഇക്വിറ്റി ഈസ് വെരി ലുക്രേറ്റീവ്. പക്ഷേ ഓർക്കുക, ദർ ഇസ് ഓൾവേസ് എ ഡൗൺ ടൈം ആൻഡ് that downtime will be there for any asset. അപ്പൊ ഓർത്തുകൊള്ളുക. അതുകൊണ്ടാണ് ഈ ഡ്യൂറേഷൻ അനുസരിച്ച് നമ്മൾ ഗോളിന് അനുസരിച്ചുള്ള ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ വെക്കണം എന്ന് പറയുന്നത്. യുവർ ഗോൾ ആൻഡ് ഡ്യൂറേഷൻ അവൈലബിൾ, അത് എപ്പോഴും ഉണ്ടായിരിക്കണം. ഡു നോട്ട് ആക്ട് ബേസ്ഡ് ഓൺ ഷോർട്ട് ടൈം ട്രെൻഡ്സ്. അതെ, എല്ലാ അസറ്റ് ക്ലാസ്സിനും അതിൻ്റെതായ ഫ്ലക്ച്വേഷൻസ് ഉണ്ടായിരിക്കും, അതിന്റെ ഒരു വേരിയേഷൻസ് ഉണ്ടായിരിക്കും. അപ്പൊ ഈ ഷോർട്ട് ടേമില് ഇപ്പം ഇൻവെസ്റ്റ് ചെയ്തു, അത് വേരി ചെയ്യുന്നു, സോ ലെറ്റ് മീ ടേക്ക് ഔട്ട് ദ മണി എന്ന് പറഞ്ഞ് ആകരുത്. സോ സ്റ്റേ ഇൻവെസ്റ്റർ. എപ്പോഴും ഏതിനാണെങ്കിലും ഒരു കാര്യം തുടങ്ങി കഴിഞ്ഞാൽ സ്റ്റേ ഇൻവെസ്റ്റർ, റിമെയിൻ ഇറ്റ് സിൻസ്. ബിക്കോസ് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ടുള്ള പ്ലാൻ ഉണ്ടാണെങ്കിൽ ഇപ്പൊ 7-8 വർഷം കഴിഞ്ഞ ഒരു ഗോള് 2 വർഷം 3 വർഷം കഴിയുമ്പോൾ അതൊരു അണ്ടർ പെർഫോമിംഗ് ആണെന്ന് പറഞ്ഞ് യു ഡോണ്ട് നീഡ് ടു ടേക്ക് ഔട്ട് ദ മണി. സ്റ്റേ ഇൻവെസ്റ്റർ, റിമെയിൻ ദർ. മേ ബി ഇറ്റ് വുഡ് സ്റ്റാർട്ട് പെർഫോമിംഗ് അഗെയിൻ ആഫ്റ്റർ 2 years. സോ യു വിൽ ഗെറ്റ് യുവർ, നിങ്ങളുടെ ലക്ഷ്യത്തിലേക്കുള്ള വഴി എളുപ്പമായി. മാർക്കറ്റ്സ് വിൽ റിമെയിൻ വോളറ്റൈൽ. ഓർക്ക് ഏത് മാർക്കറ്റ് ആണെങ്കിലും, ഇപ്പൊ എഫ് ഡിയുടെ മാർക്കറ്റ് റേറ്റ് 2 years മുമ്പ് 2020 കോവിഡിന്റെ സമയത്ത് ഇറ്റ് വാസ് ഗിവിംഗ് ഓൺലി 5%. 21-22 ആയപ്പോഴാണ് ഇറ്റ് ഹസ് ബിക്കം 6.5. ഇപ്പൊ ഇന്നത്തെ നിലയിൽ നമ്മുടെ RBIയുടെ മോണിറ്ററി പോളിസി എല്ലാം പറയുന്നത് they are taking an accommodative stand എന്ന് വെച്ചാൽ ഇപ്പൊ ഉടനെ കുറയ്ക്കത്തില്ല. ബട്ട് ഗോയിങ് ഫോർവേഡ് 6 months ഡൗൺ ദ ലൈൻ, ഇപ്പോഴും ഇൻഫ്ലേഷൻ കൂടുതലായതുകൊണ്ടാണ് കുറയ്ക്കാൻ പറ്റാത്തത്. ഇൻഫ്ലേഷൻ കൺട്രോളിലായി കഴിഞ്ഞാൽ ഗവൺമെന്റ് വിൽ സ്ലോലി സ്റ്റാർട്ട് റെഡ്യൂസിംഗ് ദ FD റേറ്റ് ഓൾസോ. അതുകൊണ്ടാണ്. സോ വെദർ ഇറ്റ്സ് an FD മാർക്കറ്റ്, വെദർ ഇറ്റ്സ് എ സ്റ്റോക്ക് മാർക്കറ്റ്, വെദർ ഇറ്റ്സ് എ ഗോൾഡ് മാർക്കറ്റ്, പ്രൈസസ് വിൽ റിമെയിൻ, മാർക്കറ്റ് വിൽ റിമെയിൻ വോളറ്റൈൽ. ഡോണ്ട് ബി ടു റിജിഡ്. ഇല്ല, ഞാൻ അതേ ചെയ്യത്തുള്ളൂ, അല്ലെങ്കിൽ അന്ന് ഇങ്ങനെയല്ലേ പറഞ്ഞത്, അതുകൊണ്ട് ഈ പ്ലാൻ അനുസരിച്ച് തന്നെ മതി എന്നുള്ളത്. പ്രോബ്ലി സംടൈംസ് വി മേ ഹാവ് ടു ചേഞ്ച് അക്കോർഡിംഗ് ടു സിറ്റുവേഷൻ. പക്ഷെ ബേസിക്കലി നമ്മൾ ആ ഗോൾ അനുസരിച്ച് ഡ്യൂറേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ പ്ലാൻ തന്നെ സ്കിപ്പ് ചെയ്ത് പോവുക എന്നുള്ളതാണ് ഏറ്റവും ഐഡിയൽ ആയിട്ട്. പിന്നെ ഏറ്റവും ഇതായിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മളൊരു കാൽക്കുലേഷൻസ് ആണ് നടത്തി കൊടുക്കുന്നത്. ഇപ്പം കാൽക്കുലേഷൻസ് നടക്കുമ്പോൾ നമ്മൾ പറയും വി അസ്യൂം ദാറ്റ് 5% or 6% is the inflation. പക്ഷേ ഇന്ത്യയെ പോലെ ഒരു ഡെവലപ്പിംഗ് കൺട്രി പ്രോബ്ലി 6% ഇപ്പൊ എന്തുകൊണ്ടാണ് ഗവൺമെന്റ് ഹയർ ഇൻട്രസ്റ്റ് റേറ്റ് കൊടുക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ബിക്കോസ് ഓഫ് ദി ഇൻഫ്ലേഷൻ. ഇഫ് ഇൻഫ്ലേഷൻ ഗോസ് ഹൈ, നമ്മൾ സേവ് ചെയ്തിരിക്കുന്നത് തികയാതെ വരും. സോ വി മേ ഹാവ് ടു ഇൻക്രീസ്, വി കാൻറ്റ് ബി റിജിഡ്. ഇല്ല, അന്ന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തപ്പം 2000 മതിയല്ലോ, 5000 മതിയല്ലോ, ശരിയാണ്. ബട്ട് സിറ്റുവേഷൻസ് വിൽ ചേഞ്ച് 10 years ഡൗൺ ദ ലൈൻ ഉള്ളതാണ്. അപ്പൊ ഇതിനിടയ്ക്ക് സിറ്റുവേഷൻസ് ചേഞ്ച് ചെയ്യുമ്പോൾ നമ്മളുടെ ഗോളിനനുസരിച്ചുള്ളതായ ചില ഇൻവെസ്റ്റ്മെന്റ്സ് നമ്മൾ കൂട്ടേണ്ടി വരും. പിന്നെ എപ്പോഴും ഓർക്കുക, വെൻ ദർ ഇസ് എ വെയിറ്റ്, ദർ ഇസ് ഓപ്ഷൻ ടു സേവ് മോർ, യൂട്ടിലൈസ് ഇറ്റ്.
അടുത്തതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ഒരു എലമെന്റ് ഇതിനെ ഈ എലമെന്റ്സ് ഓഫ് ഫിനാൻഷ്യൽ പ്ലാനിങ്ങിൽ വരുന്ന ഒരു സംഭവമാണ് പ്രൊട്ടക്ഷൻ ഉള്ളത്. ബട്ട് ഐ ഡിസൈഡഡ് ടു ടേക്ക് ഇറ്റ് സെപ്പറേറ്റ്ലി ബിക്കോസ് ഞാൻ നോക്കിയെടുത്തോളം വളരെയധികം ആൾക്കാർക്കും ഇതിന്റെ ഈ പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. പ്രൊട്ടക്ഷൻ ബേസിക്കലി ഇറ്റ്സ് എൻ ഇൻഷുറൻസ് ടു പ്രൊട്ടക്ട് യുവർ ഫാമിലി. 2 weeks അല്ല ഒരു 10 days മുമ്പ് ഐ വാസ് മീറ്റിംഗ് സംവൺ. അപ്പൊ പുള്ളിക്കാരനെ ഞാൻ കണ്ട് ഞങ്ങള് ചായ കുടിച്ചുകൊണ്ടിരുന്നപ്പോൾ പുള്ളിക്കാരൻ വളരെ എന്താ എക്സൈറ്റഡ് ആയിട്ട് എന്നോട് പറയാം, ജോർജ് ഞാൻ സ്റ്റോക്കിലും മ്യൂച്വൽ ഫണ്ടിലും ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഐ ബൈ വെൻ ദ സ്റ്റോക്ക് ഈസ് അറ്റ് 52-week low. I sell it at when the stock is 52-week high. And so he was very clear how much he is investing and all those things. Finally ഞാൻ ചോദിച്ചു, okay, do you have a health insurance? Yes, ഉണ്ടെന്ന് പറഞ്ഞു. സോ ഞാൻ ചോദിച്ചു എത്രയാണ്? That I am paying something around 10,000. I need to ask that lady manager. ഞാൻ പറഞ്ഞ that's what the wrong thing you are doing. The lady manager won't be coming when you are sick. Or അല്ലെങ്കിൽ lady manager ട്രാൻസ്ഫർ ആയി പോകുന്നുണ്ടായിരിക്കും. നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയണം നിങ്ങൾക്ക് എന്താണ് നിങ്ങളെ അതൊരു ഹെൽത്ത് ഇൻഷുറൻസിനെ കുറിച്ചായിരുന്നു ഞാൻ ചോദിച്ചത്. But they have no idea. He has no idea, but he has very good idea about his investment. സോ അതാണ് ഏറ്റവും വലിയൊരു ചലഞ്ച്. ഇതിന്റെ ഒരു ചലഞ്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സപ്പോസ് ഈ ഒരു കേസിലെ പോലെ ആയെങ്കിൽ പോലും ഒരു 15,000 rupees വെച്ചിട്ട് മന്ത്ലി ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരാള് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വർഷം they will make around 1.8 lakhs ആണ് അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഈ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് പോയി ഒരു 10 years കൊണ്ട് they will be investing around 18 lakhs of rupees. ഇത് ഒരു 10 years കൊണ്ട് it has become 55 lakhs. I do agree. പക്ഷേ അതിന്റെ ഒരു കൺസേൺസ് വരുന്ന എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹ്യൂമൻ ലൈഫാണ്. ദർ ക്യാൻ ബി സോ മച്ച് ഓഫ് ചലഞ്ച്. ഒരു ക്രിട്ടിക്കൽ ഇൽനെസ്സോ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഈ 10-50 ലക്ഷം രൂപ ഒരു കറക്റ്റ് ആയിട്ടുള്ള പ്രൊട്ടക്ഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ whatever you have acquired, അക്രൂ ചെയ്ത വെൽത്ത് മുഴുവൻ യു വിൽ ബി സ്പെൻഡിങ് ഓൺ ദ ഹോസ്പിറ്റൽ കേസസ്. 50 ലക്ഷത്തില് ഒരു ക്രിട്ടിക്കൽ ഇൽനെസ് നമ്മുടെ നാട്ടില് ക്യാൻസർ ഉണ്ട്, ലങ് ഡിസീസ് ഉണ്ട്, കിഡ്നി ഡിസീസ് ഉണ്ട്. വി ഡോണ്ട് നോ വാട്ട് ഈസ് അവർ ഫേറ്റ്. നമ്മളെ എന്താണ് കാത്തിരിക്കുന്നതെന്ന് അറിയുന്നത്. സോ അങ്ങനെ വരുമ്പോൾ പ്രോപ്പർ ആയിട്ടൊരു പ്ലാൻ ചെയ്ത് നിങ്ങൾ ഒരു കറക്റ്റ് പ്രൊട്ടക്ഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ ഈ കഷ്ടപ്പെട്ട് 15,000 രൂപ വെച്ച് സേവ് ചെയ്ത് 56 ലക്ഷം രൂപയുണ്ട്. ബട്ട് ഒരു എമർജൻസി നീഡ് ഇതുപോലെ ഒരു ഹോസ്പിറ്റലൈസേഷൻ കേസ് വരുമ്പോൾ യുവർ എൻറ്റയർ സേവിങ്സ് വിൽ ഗോ. You may be in a position to not to work also. Critically ill, disabled, നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പറ്റത്തില്ല. How your family will survive? അപ്പൊ അതുകൊണ്ട് ഹെൽത്ത് ഇൻഷുറൻസ് മാത്രം എടുത്താൽ മതിയോ? കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ കാലത്ത് പണ്ടത്തെ കൺസെപ്റ്റ് ആയിരുന്നു ലൈഫ് ഇൻഷുറൻസ് ഈസ് ഫോർ ഡെത്ത്. പക്ഷെ ഇന്ന് ലൈഫ് ഇൻഷുറൻസിന്റെ വളരെയധികം മാറിയിരിക്കുന്നു. ഈവൻ ഹെൽത്ത് ഇൻഷുറൻസസ് വിൽ നോട്ട് കവർ ഇഫ് യു ഹാവ് എന്താ പറയുക ഡിസേബിലിറ്റി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു 10 lakhs rupees വേണമെങ്കിൽ നിങ്ങൾക്ക് എവിടെ നിന്ന് പൈസ കിട്ടും? So you can utilize insurance. Life insurance മാത്രമാണ് അങ്ങനെയുള്ള അഡീഷണൽ കവറേജസ് കൊടുക്കുന്നത്. ഡിസബിലിറ്റി ഇൻഷുറൻസ്, ആക്സിഡന്റ് ഇൻഷുറൻസ്, ഇങ്ങനെയുള്ള ഇതിന്റെ വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈഫ് ഇൻഷുറൻസിൽ ഇതുപോലുള്ളതിന് they will give you the cash, but in a health insurance they will pay you only compensate for the expenses. So correct ആയിട്ടുള്ള പ്രൊട്ടക്ഷൻസ് എല്ലാവർക്കും വേണം. So the same person I asked, do you have a life insurance? No. പുള്ളിക്കാരൻ പറയുമായിരുന്നു എന്റെ അമ്മ പണ്ട് എന്തോ എടുത്തിട്ടുണ്ട്. Whereas he is earning 20 lakhs in the current scenario, ideally he should have a 3 crore, 5 crore insurance. അല്ലെന്നുണ്ടെങ്കിൽ you don't need ഇതിന്റെ ഒരു വ്യത്യാസം ഞാൻ പറഞ്ഞു തരാം. I will agree that you don't need a life insurance or health insurance. Suppose you are from a well-off background. നിങ്ങളുടെ 1 കോടി രൂപയുണ്ട്, ഒരു 50 ലക്ഷം രൂപ അല്ലെങ്കിൽ 60 ലക്ഷം രൂപയുണ്ട്. You are able to directly invest it and make money. അങ്ങനെ വരുമ്പോൾ probably you can say that okay, if there is an emergency, if there is a hospitalization case, I can afford to pay. It is not going to affect my financial side. പക്ഷേ ഇൻട്രസ്റ്റിംഗ് ഫാക്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും ഇങ്ങനെയുള്ള സ്മാർട്ട് ആയിട്ടുള്ള ആൾക്കാർ എന്താ ചെയ്യുന്നത് വെച്ചാൽ somebody has got a crore of rupee, what he does is he will invest that and he will make 8% or 10% return. അതിൽ നിന്ന് അപ്പൊ 1 കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ 10 ലക്ഷം രൂപ വരും. സോ he will pay 50,000 rupees and take a 25 lakhs insurance coverage, health insurance coverage എടുക്കും. And then he will pay another 1 lakh rupee and he will take a 5 crore life insurance coverage. So anytime he is protected, his wealth is also protected. ഒരു ചലഞ്ച് വരുമ്പോൾ not only he is protected, ഹെൽത്തിന്റെ വരുമ്പോൾ he is able to afford that kind of treatment. എന്തെങ്കിലും സംഭവിച്ചാലും പുള്ളിയുടെ വെൽത്ത് മുഴുവൻ പ്രൊട്ടക്റ്റഡ് ആണ്, ബിക്കോസ് ഹി ഹാസ് ഓപ്റ്റഡ് ഫോർ എ 5 crore ലൈഫ് ഇൻഷുറൻസ്. പുള്ളിക്ക് 1 കോടി രൂപയെ ഉണ്ടായിരിക്കത്തുള്ളൂ.
പക്ഷെ പുള്ളിയുടെ പ്രൊട്ടക്ഷൻ തന്നെ ഒരു 5 crore. സോ ദാറ്റ്സ് ദ വേ ആക്ച്വലി ദ സ്മാർട്ട് പീപ്പിൾ ആണ്. പക്ഷെ മീഡിയം ലെവൽ ആൾക്കാർ എപ്പോഴും ചിന്തിക്കുന്നത് എന്തിനാണ് വൈ ഷുഡ് ഐ സ്പെൻഡ് ഓൺ ഹെൽത്ത് ഇൻഷുറൻസ്, വൈ ഷുഡ് ഐ ടേക്ക് എ ലൈഫ് ഇൻഷുറൻസ്. സോ ഐ ഓൾവേസ് റിമെമ്പർ ഇൻഷുറൻസ് ഇസ് ദ റൈറ്റ് പ്രൊട്ടക്ഷൻ ടൂൾ ടു മിറ്റിഗേറ്റ് ഫിനാൻഷ്യൽ റിസ്ക്. നമ്മൾ പലരും വീട് മേടിക്കുമ്പോൾ, ലോൺ എടുക്കുമ്പോൾ നമ്മൾക്ക് ബാങ്കുകാർ നമ്മളെ എന്തുകൊണ്ടാണ് ഫോഴ്സ് ചെയ്ത് ഒരു എന്താ വീട് പ്രൊട്ടക്ട് ചെയ്യത്തക്കൊണ്ട് ഒരു ഇൻഷുറൻസ് എടുപ്പിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദ സെയിം റീസൺ. ബാങ്കിന് അവരുടെ പൈസ തിരിച്ചു കിട്ടണം എന്നുള്ളതാണ് അവരുടെ ആഗ്രഹം. പിന്നെ അല്ലെന്നുണ്ടെങ്കിൽ ബാങ്ക് വിൽ ഹാവ് ബിഗർ ട്രബിൾ നിങ്ങളെ വീട്ടിൽ നിന്ന് ഇറക്കാനും എന്താ പറയുന്നത് റിക്കവർ ചെയ്യാൻ. സോ ബാങ്ക് ഡസ് നോട്ട് വാണ്ട്, ദാറ്റ്സ് വൈ ദേ ആർ ഗിവിംഗ് ഹൗസ് പ്രൊട്ടക്ഷൻ ഇൻഷുറൻസ്. സോ റിമെമ്പർ ഇറ്റ്, always have correct protection. പിന്നെ one required right amount of life and health insurance coverage. ഓരോരുത്തർക്കും വ്യത്യസ്തമാണ്. 10 ലക്ഷം ഇൻകം കിട്ടുന്ന ആൾക്കും 15 lakhs ഇൻകം കിട്ടുന്ന ആൾക്കും രണ്ടാണ്. ഇന്നത്തെ കേസിൽ ജനറലൈസ് ചെയ്യാൻ പറ്റുന്നത് one should have a minimum of 10 lakhs of health insurance വേണം. That is the way ഇന്ത്യയിലെ hospital expenses are shooting up every year. വളരെയധികം കൂടുന്നവരാണ്. ലൈഫ് ഇൻഷുറൻസ് is not really about death. ഞാൻ നേരത്തെ പറഞ്ഞു, it's not just to cover the death. Even when there is a disability, critical illness, ഇങ്ങനെയുള്ളത് വരുമ്പോഴും നിങ്ങളുടെ വീട്ടിലെ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത അല്ലെങ്കിൽ നിങ്ങളുടെ മൊത്തത്തിൽ ആ ഒരു ഫിനാൻഷ്യലി ഡിസ്റ്റർബ് ആവാതിരിക്കാൻ എ പ്രോപ്പർ ലൈഫ് ഇൻഷുറൻസ് ക്യാൻ ഹെൽപ്പ് യു. സോ എങ്ങനെയാണ് ലൈഫ് ഇൻഷുറൻസ് എന്നുള്ളത് ബേസ്ഡ് ഓൺ ദി ഏജ്, ഇൻകം, നീഡ്, ഇതിന് കുറെ കാര്യങ്ങൾ ചേർത്താണ് ഇതിനെ വെച്ചിട്ടാണ് കറക്റ്റ് ആയിട്ടുള്ള പ്ലാൻ സെലക്ട് ചെയ്യുന്നത്. സോ ദിസ് ഇസ് ആക്ച്വലി നമ്മുടെ എലമെന്റ്സ് ഓഫ് ഫിനാൻഷ്യൽ പ്ലാനിങ്. ബട്ട് ഐ ഫൈൻഡ് ഇറ്റ് പീപ്പിൾ ഇതിനെ വളരെ നെഗ്ലക്ട് ചെയ്തുകൊണ്ടാണ് ഞാൻ ഇതിനകത്ത് ഉൾപ്പെടുത്തിയത്. സോ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുമ്പോഴും വി ഷുഡ് ബി അവെയർ ഓഫ് സബ് ലിമിറ്റ്സ്. ഓക്കെ, നമുക്കൊരു ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ട്, റൂം റെന്റ് എത്ര റൂം റെന്റ് എടുക്കാൻ പറ്റും, അല്ലെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ട്, നമുക്ക് തിരുവനന്തപുരത്ത് വെച്ചാണ് എടുത്തിരിക്കുന്നത്, ക്യാൻ വി ഗോ ടു ബോംബെ ആൻഡ് ടേക്ക് എ ട്രീറ്റ്മെന്റ്. സോ ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചും വളരെ വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കും. റിവ്യൂ പ്രൊട്ടക്ഷൻ കവറേജസ് ബേസ്ഡ് ഓൺ യുവർ ഇൻകം, ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ്. ഇപ്പൊ 40 വയസ്സ് വരെയൊക്കെ ചിലപ്പോൾ നമ്മൾ ഒരു ലോവർ ലെവലിലായിരിക്കും ഓഫീസിൽ വർക്ക് ചെയ്യുക. വെൻ യു ആർ ബിക്കമിങ് 46, 45, യു ആർ ഇൻ ദ എന്താ പറയുന്നത് മിഡിൽ മാനേജ്മെന്റ്. സോ യുവർ ഇൻകം മസ്റ്റ് ഹാവ് ചേഞ്ച്. സോ നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ ചേഞ്ച് ചെയ്തിട്ടുണ്ടായി. സോ അതിനനുസരിച്ചുള്ള ആ ഒരു സമയത്തുള്ള ലൈഫ് സ്റ്റൈൽ ആയിരിക്കും നിങ്ങൾ നയിക്കുന്നത്. ലൈക്ക് വേർ യു ഗോ ഫോർ ഈറ്റിംഗ്, വാട്ട് കൈൻഡ് ഓഫ് ഡ്രസ് യു വെയർ. നിങ്ങൾ ആ ഒരു 2-3 കൊല്ലം ജീവിച്ചു കഴിഞ്ഞാൽ ഫൈൻ മോർണിംഗ് യു കനോട്ട് ചേഞ്ച് ആൻഡ് കം ബാക്ക് ടു ലോവർ ലെവൽ ലൈഫ് സ്റ്റൈൽ. സോ എപ്പോഴും അതിനനുസരിച്ചുള്ള ലൈഫ് സ്റ്റൈലിന് അനുസരിച്ചുള്ളതായ ഒരു കവറേജുകൾ നമുക്ക് വേണം. അപ്പം ആസ് വി കം ടു ദ എൻഡ്, സമ്മറൈസ് ചെയ്ത് പറയുകയാണ്, ഓർഗനൈസ് യുവർ ഫിനാൻഷ്യൽ റെക്കോർഡ്സ്, ഐഡന്റിഫൈ ഗോൾസ് ബേസ്ഡ് ഓൺ നീഡ്സ് ആൻഡ് ഡ്യൂറേഷൻ, കൺസൾട്ട് ആൻഡ് ക്രിയേറ്റ് ദ ഫിനാൻഷ്യൽ പ്ലാൻ. അടുത്ത് വരുന്നത് ഇംപ്ലിമെന്റ് ദ പ്ലാൻ. വളരെ സ്ട്രിക്റ്റ് ആയിട്ട് നമ്മൾ അത് ചെയ്തിരിക്കണം. Stick to the plan, whatever be the problem. Be flexible. ഞാൻ പറഞ്ഞതുപോലെയാണ്, longer time duration, you need to be flexible. Ensure proper protection systems are in place. Healthും ലൈഫും അതുപോലെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ 15 lakhs 18 lakhsന്റെ കാർ നമ്മൾ എടുക്കും. We are paying insurance of like 30,000 35,000 rupeesന്റെ ആണ് ഇൻഷുറൻസ് എടുക്കുക. But when it comes to human life, ഈ 15 ലക്ഷം രൂപയുള്ള കാറിനേക്കാളും വിലയുള്ള ജീവിതത്തിൽ you have no protection. നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ എൻ്റെ ഫാമിലി ഗെറ്റ്സ് കൊളാപ്സ്, ഫൈനാൻഷ്യലി ഡിസ്റ്റർബ് ആവും. സോ എൻഷുർ പ്രോപ്പർ പ്രൊട്ടക്ഷൻ ഇൻ പ്ലേസ്. എൻഷുർ നോമിനേഷൻ ഇൻ ഓൾ ഇൻവെസ്റ്റ്മെന്റ്സ്. അത് കറക്റ്റ് ആയിട്ട് ചെയ്തിരിക്കണം. നമ്മൾ എപ്പോഴും നോമിനിയെ ഐഡന്റിഫൈ ചെയ്തിരിക്കണം, നോമിനിയെ അറിഞ്ഞിരിക്കണം. മെയിൻറ്റെയിൻ പ്രോപ്പർ റെക്കോർഡ്സ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ്സ്. അത് വളരെ അത്യാവശ്യമാണ്. അത് എടുത്ത് കോളേറ്റ് ചെയ്ത് വെച്ചിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ വാട്ട്സ് നെക്സ്റ്റ്? സോ